എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്നാക്ക് ഐറ്റമാണ്. മുളക് കൊണ്ടുള്ളൊരു ബജ്ജിയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ വലിയ മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അധികം എരിവൊന്നും ഇല്ലാത്ത മുളകാണ്. ഇത് ഞാനിവിടെ നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഒരു കത്തി വെച്ച് ഇതുപോലെ ഇങ്ങനെ നീളത്തിലൊന്ന് വരഞ്ഞു കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ അകത്തെ അരി ഒന്ന് എടുത്ത് കളയണം. അരി ഇരിക്കുവാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് സ്പൈസി ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അരിയൊക്കെ ഒന്ന് എടുത്ത് കളയുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഈ മുളക് കുറച്ച് വലിപ്പമുള്ള മുളകാണ്. അതുകൊണ്ട് ഞാനിത് രണ്ടായിട്ടൊന്ന് കീറിയിട്ടാണ് പൊരിച്ചെടുക്കാൻ പോകുന്നത്. ചെറിയ മുളകൊക്കെ ആണെങ്കിൽ നമുക്ക് ഒറ്റ ഒരു ഇതായിട്ട് തന്നെ പൊരിച്ചെടുക്കാം. ഇതുകൊണ്ട് ഞാനിപ്പോൾ ഇതെല്ലാം രണ്ടായിട്ടൊന്ന് കീറി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ബജ്ജിക്ക് വേണ്ടിയുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഈ മുളക് ബജ്ജി മാത്രമല്ല, ഏത് തരത്തിലുള്ള ബജ്ജിയും ഇതേ ബാറ്ററിൽ തന്നെ നമുക്ക് മുക്കി പൊരിക്കാവുന്നതാണ്. ഈ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടി ഇതിലോട്ട് ആദ്യം 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്ന അരിപ്പൊടിയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ബജ്ജിക്ക് നല്ല ക്രിസ്പിനെസ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടിക്ക് പകരം വേണമെങ്കിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ പിരിയമുളകിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ പിരിയമുളകിൻ്റെ പൊടിയാണ് ഞാനിതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്. 1 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത്. ചതച്ചതോ അല്ലെങ്കിൽ പേസ്റ്റ് ആണെങ്കിലും മതി. ഇനി ഇതിലോട്ട് 1 നുള്ള് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കട്ടിയുള്ള ഒരു ബാറ്റർ വേണം തയ്യാറാക്കി എടുക്കാൻ. ബാറ്റർ ഒരുപാട് ലൂസായി പോകരുത്. ഒരുപാട് ലൂസായി പോയാൽ അത് മുളകയിലൊന്നും പിടിക്കത്തില്ല. ഞാൻ പിന്നെ ഈ ബാറ്ററിലോട്ട് 1 നുള്ളു സോഡാപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. സോഡാപ്പൊടി ചേർക്കുകയാണെങ്കിൽ ഇതിന് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഇത് താല്പര്യമില്ലാത്തവർ ചേർക്കേണ്ട കാര്യമില്ല. സോഡാപ്പൊടി ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേ സമയത്ത് തന്നെ ഈ മുളക് ബജ്ജി പൊരിക്കാനുള്ള എണ്ണ ഞാനിവിടെ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ ചൂടായ എണ്ണയിൽ നിന്ന് 1 ടീസ്പൂൺ എണ്ണ ഞാൻ ഈ ബാറ്ററിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചൂടായ എണ്ണ ഈ ബാറ്ററിൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ ബജ്ജി മുക്കി പൊരിക്കുമ്പോൾ ബജ്ജിക്ക് നല്ല ക്രിസ്പിനെസ് കിട്ടും. നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല ചൂടായ എണ്ണ തന്നെ വേണം ഒഴിക്കാൻ. ബജ്ജി മുക്കി പൊരിക്കാനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോ മുളകും എടുത്ത് ഇതിൽ മുക്കിയിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി. എണ്ണയും നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം വേണം ഇത് പൊരിച്ചെടുക്കാൻ. അല്ലെങ്കിൽ മുളകൊന്നും വെന്ത് കിട്ടത്തില്ല. അതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് അതിനെ കരിഞ്ഞു പോവുകയും ചെയ്യും. ഇതിൻ്റെ ഒരു ഭാഗം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഒരുപാട് സമയം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിനി എണ്ണയിൽ നിന്ന് മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ബജ്ജിയാണിത്. ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കണം. ചൂടോടുകൂടി ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയോ അല്ലെങ്കിൽ മുളക് ചട്നിയുടെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ഒരു കോമ്പിനേഷനാണ് ഈ ബജ്ജിയെ. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. മുളക് മാത്രമല്ല, ഏത് തരത്തിലുള്ള ബജ്ജിയും ഇതേ ബാറ്ററിൽ മുക്കി പൊരിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ബജ്ജിയാണിത്. ഇതിൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.